ഹായ്, 2 ദിവസം മുന്നേ കേരളത്തിലെ UNA നേതൃത്വത്തിൽ ഒരു സൂചനാ പണിമുടക്ക് നടന്നിരുന്നു. ഞാനടക്കമുള്ള നേഴ്സുമാർക്ക് നമ്മുടെ കേരളത്തിലെ മാധ്യമ പ്രവർത്തകരോട് ചോദിക്കാൻ 1-2 കാര്യങ്ങളുണ്ട്. എന്തേ നിങ്ങൾ ഇതൊന്നും അറിഞ്ഞില്ലേ? കേരളത്തിൽ ഒരു അറിയപ്പെടുന്ന ആരുടെയെങ്കിലും ഒരു മരണ വീട്ടിൽ ചെന്ന് അവരുടെ സഹതാപത്തിന്റെ കണ്ണുനീര് എവിടെ നിന്നൊക്കെ ഒപ്പാവോ അവിടെ നിന്നൊക്കെ ഒപ്പിയെടുക്കുന്ന മാധ്യമ പ്രവർത്തകരെ 10,000 കൂടി ആ സമ്മേളനം അറിഞ്ഞില്ലെന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഭയക്കുന്നുണ്ടോ? ഭരണപക്ഷത്തെയോ പ്രതിപക്ഷത്തെയോ? ഈ നേഴ്സുമാരെ പണ്ട് നിങ്ങളുടെ ചാനലുകൾക്ക് റേറ്റിംഗ് കൂടാൻ വേണ്ടി നേഴ്സുമാരുടെ വീഡിയോസും ചിത്രങ്ങളും ഒപ്പിയോ കുറെ സമയമുണ്ടായിരുന്നു. കൊറോണ എന്ന മഹാമാരക ലോകത്തെ കീഴ്പ്പെടുത്തിയപ്പോൾ അന്ന് നിങ്ങളുടെയൊക്കെ ചാനലുകളിൽ നേഴ്സുമാർക്ക് ഒരു വിളിപ്പേരിട്ട് തന്നായിരുന്നു, മാലാഹമാരെ. ഇന്ന് നിങ്ങൾ ആ മാലാഹമാരുടെ കണ്ണുനീരൊപ്പം പോകുന്നില്ലേ? അവർ വെറും ഒരു സമരമായിരുന്നില്ല, അവർ ചെയ്യുന്ന മാന്യമായ ജോലിക്കുള്ള വേതനത്തിന് വേണ്ടിയുള്ള അവരുടെ അവകാശത്തിന് വേണ്ടിയുള്ള ഒരു സമ്മേളനമായിരുന്നു അത്. നമ്മുടെ നാട്ടിൽ ക്രിട്ടിക്കൽ കെയറിലൊക്കെ 1:1 അല്ലെങ്കിൽ 1:2 എന്ന റേഷ്യോയിലാണ് നേഴ്സുമാർ പേഷ്യൻസിന് എടുക്കുന്നത്. അല്ല, എന്നിട്ടൊരു ഓമന പേരും കൂടെ ഇട്ട് വിളിക്കുന്നുണ്ട്, സ്റ്റാഫ് ഷോർട്ടേജ്. ഇതൊക്കെ നികത്താൻ ഇന്ന് പല അമ്മമാരും കുഞ്ഞുങ്ങളുടെ വളർച്ച കാണുന്ന വീഡിയോ കോളുകളിലൂടെയാണ്. ഒരു മാന്യമായ വേതനം കേരളത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ പല അമ്മമാരും സ്വന്തം നാടും വീടും വിട്ട് ഇതുപോലുള്ള പല രാജ്യങ്ങളിലും വന്ന് ജോലി ചെയ്യില്ലായിരുന്നു. അതുകൊണ്ട് UNA ഈ സമരവും ശക്തമായി തന്നെ വിജയിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. കാരണം UNA അമരക്കാരൻ ജാസ്മിൻ ഷാ നേരും നിറയുമുള്ള ഒരു നേതാവാണ്. വർഷങ്ങൾക്ക് മുന്നേ 2,500 രൂപ പോലും മാസ വരുമാനത്തിൽ ജോലി ചെയ്ത പല നേഴ്സുമാരുണ്ട്. ഞാൻ ഉൾപ്പെടെയുള്ളവരൊക്കെ ഞങ്ങൾ ആദ്യ സമയങ്ങളിൽ ഞങ്ങൾക്ക് കിട്ടിയ തുച്ഛമായ സാലറിയായിരുന്നു. അതിൽ നിന്നൊക്കെ ഒന്ന് ഒരുപാട് മാറിയിട്ടുണ്ടെങ്കിൽ UNA അല്ലെങ്കിൽ ജാസ്മിൻ ഷാ എന്നൊരൊറ്റൊരാളുടെയും ആ സംഘടനയുടെ പ്രവർത്തകരുടെയും ഒരു ഇതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ഇതും വിജയിക്കുമെന്ന് ഉറപ്പുണ്ട്. കേരളത്തിൽ ഇല്ലെങ്കിലും ഞങ്ങൾ പുറത്തുള്ള കുറേ നേഴ്സുമാരുടെ സപ്പോർട്ട് നിങ്ങൾക്കൊപ്പം ഉണ്ട്. വിജയിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്.